ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പം ഞാനിതൊരു ഷോർട്ട് വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഇന്നിപ്പോൾ കുറേ ദിവസത്തിന് ശേഷം കുറച്ച് സണ്ണി ആയിട്ടുള്ള ഡേ ആണ്. മീൻസ് മഴയൊക്കെ ഇന്ന് അധികം പെയ്തില്ല കേട്ടോ, ജസ്റ്റ് ഊളുന്ന മാത്രമേ ഉള്ളൂ. ആൻഡ് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയിന്ന്. അപ്പം എന്തായാലും വീഡിയോ എടുക്കാനുള്ളൂ. അപ്പം ഞാൻ മെയിനായിട്ട് സ്റ്റഡി വ്ളോഗ് ചെയ്യല്. അപ്പം ഈ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ തന്നെ ഉള്ള ജനലിൽ ആ ഫോൺ ഹോൾഡ് ചെയ്യുന്ന സാധനം മാത്രം ഒരു സെലോ ടാപ്പ് വെച്ച് ടൈപ്പ് ചെയ്ത് വെച്ചേന് കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ എൻ്റെ സ്റ്റഡി ടേബിൾ കുറച്ച് മിസ്സായിക്കിനി. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചു. ആൻഡ് ഈ സ്കെയിൽ എൻ്റെ ഈ സ്കൂൾ തുറന്നതിന് ശേഷം ഇപ്പം 4ാമത്തെ സ്കെയിലാണ്. സ്കൂൾ തുറന്നിട്ട് ഒരു മാസമായിട്ടുള്ളൂ, എന്നാലും ബാക്കി 3 കൊണ്ടേ കളഞ്ഞ്. പിന്നെ പേന കഴിഞ്ഞ് ഞാൻ പെൻസൊക്കെ വാങ്ങി അതൊക്കെ സെറ്റാക്കി വെച്ചു. അതിൻ്റെ വേസ്റ്റ് പിന്നെ കൊണ്ടേ കളഞ്ഞ് അങ്ങനെ ഞാൻ ബാക്കിയൊക്കെ ഒതുക്കി വെച്ചു. ഫസ്റ്റ് ഞാൻ ലാപ്പ് അവിടെ വെച്ചെങ്കിലും പിന്നെ എനിക്കതെന്തോ പോലെ തോന്നി, പിന്നെ ഞാൻ ലാപ്പ് കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം ഞാൻ ഫോൺ എടുത്തിട്ട് പിൻട്രസ്റ്റ് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇൻസ്പോ നോക്കുകയാണ്. പ്രത്യേകിച്ച് ഇതൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാണ്ട് ഒരു ഐഡിയാസൊക്കെ കിട്ടി. എന്തായാലും ഐഡിയാസ് നോക്കിയിട്ട് പിന്നെ വരയ്ക്കാൻ വിചാരിച്ചു. ഒരു ഫസ്റ്റ് ഞാനൊരു ബ്ലൂ ഹൈലൈറ്റർ വെച്ച് ഞാൻ ഒരു ബോർഡർ പോലെ ആയിട്ട് വെച്ചത്. ശരിക്കും ഇതൊരു ബോർഡർ പോലെ വരയ്ക്കാനല്ലേ ഞാൻ വിചാരിച്ചത്. ആ ഒരു ബ്ലൂ ഹൈലൈറ്റർ വെച്ച് ആ പിങ്ക് വരച്ചിട്ടുണ്ടോ, അതുപോലെ വേവ് ലൈൻസ് വരയ്ക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ആ ബോർഡർ വരച്ചപ്പം പിന്നെ അതിൽ കോട്ട് ചെയ്താന്നൊക്കെ വിചാരിച്ച് അതിലൊരു കോട്ട് എഴുതി. പിന്നെ ഞാൻ വേറെ ഇതിൽ പിങ്ക് ഹൈലൈറ്റർ വെച്ചിട്ട് വേവ് ലൈൻസും വരച്ചു. അതിനിടയ്ക്ക് എനിക്ക് വിശന്നപ്പം ഞാനൊരു ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ചു. അതിനിട്ട് വേറെ കുറച്ച് പോസ്റ്റേഴ്സ് കൂടി ഉണ്ടാക്കി. ഈ റോസ് എനിക്ക് ശരിക്കും ഇഷ്ടമായില്ല കേട്ടോ, കാരണം അതിൽ വരച്ചത് ഓക്കെ. പിന്നെ ഞാൻ ബ്ലാക്ക് വെച്ച് ബോർഡർ കൊടുത്തപ്പോഴത്തേനും ബ്ലാക്ക് മാർക്കറാണ് യൂസ് ചെയ്തത്. അതെനിക്ക് വൈറ്റ് ബോർഡ് മാർക്കറായി. മറ്റേ മാർക്കർ അപ്പം എൻ്റെ കണ്ണിൽ കണ്ടില്ല. അപ്പം അത് ഭയങ്കര തിക്കായി തോന്നിയപ്പം ഞാൻ പിന്നെ അത് ഒഴിവാക്കി. എന്നിട്ട് അത് ഇഷ്ടമാണ് ഞാൻ വേറെ ഒരു പേപ്പറിൽ റോസിൻ്റെ അത് വരച്ച് നോക്കി. പക്ഷെ അതും എനിക്കിഷ്ടമായില്ല. എന്തായാലും അവസാനം ഞാനത് യൂസ് ആക്കിയില്ല. എന്തായാലും ഇത് പേപ്പർ വേസ്റ്റ് ആയപ്പം ഞാൻ പിന്നെ ഒരു ബോൻ്റെ ഇത് വരയ്ക്കാൻ വിചാരിച്ചു. അപ്പം അത് അതിൽ വരച്ച് നോക്കുക, മീൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കി. അതിനിടയ്ക്ക് ഈ വേവ് ലൈൻസ് വരച്ചതിലൂടെ ഈ ഒരു പിങ്ക് ഹേർട്സും വരച്ചു കൊടുത്തു കേട്ടോ. കാണുന്ന പോലെ ഞാൻ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു റോസ് കുഴപ്പമില്ല ഉപയോഗിക്കാന്ന്. അങ്ങനെ അതിന് വേണ്ടിയാണ് ശരിക്കും ബോ വരച്ച് നോക്കിയത്. അപ്പം ബോ മാത്രം രസമുണ്ട്. അപ്പം ഞാൻ വേറൊരു പേപ്പറിൽ സെപ്പറേറ്റ് ആയിട്ട് ഫസ്റ്റ് ഈ പിങ്ക് ഹൈലൈറ്റർ വെച്ച് കുറച്ച് ബോ വരച്ചു. അങ്ങനെ പിന്നെ ഞാൻ അതിലേക്ക് ഒരു കാര്യം കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പം ഞാൻ ഈ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ബോസ് അതിലൂടെ വരച്ചെടുത്തു. ഇപ്പം ചെയ്തതിൽ എനിക്കിഷ്ടമായത് ആ ബോൻ്റെ ആട്ടോ മൊത്തത്തിൽ ചെയ്ത പോസ്റ്റേഴ്സിൽ. പിന്നെ ഞാൻ എന്തായാലും കട്ടിങ്സ് ബാക്കിയുണ്ട്. അപ്പം പിന്നെ വേറെയും കുറച്ച് പാറ്റേൺസ് വരച്ച് നോക്കി. എനിക്ക് ഇതും അതുപോലെ ആ സൈഡിൽ നോക്കി കാണാം പിങ്ക് വെച്ചൊരു റൗണ്ട് ഷേപ്പുള്ള, അതും എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലൂ വെച്ചിട്ട് ഇതെന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ വെറുതെ കുറച്ച് ലൈൻസ് പോലെ ഇട്ട് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ബോർഡറും കൂടിയും കുറച്ചുകൂടി ബ്ലൂ വെച്ചിട്ട് വരയ്ക്കാൻ ചോദിച്ചു. അതും കൂടിയും വരച്ച് അങ്ങനെ പോസ്റ്റേഴ്സൊക്കെ വരച്ച് കഴിഞ്ഞാൽ എന്തായാലും പിന്നെ ഇതാണ് മൊത്തം നമ്മൾ ഉണ്ടാക്കിയ പോസ്റ്റേഴ്സ്. പിന്നെ ഇത് എങ്ങനെ വെക്കണം എന്ന് ഞാൻ വെച്ച് നോക്കുകയാണ്, എന്നിട്ടും ഐഡിയ കിട്ടിയില്ല. പിന്നെ ഞാൻ ആണ്ട് ചുമരിൽ ഒട്ടിച്ചു. പിന്നെ ഫസ്റ്റ് ഞാൻ ഇത് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിനി, കാരണം വാലിൻ്റെ കോലം നോക്കുക. കാരണം ഇത് വേറെ ഒന്നുമല്ല, എൻ്റെ മോള് വേറെ ഒന്നുകൂടി ഉണ്ടല്ലോ, ഓൾക്കും ഇതേപോലെ കുറച്ച് പ്രാന്തൊക്കെ ആയിട്ട് വാൾ പോസ്റ്റേഴ്സ് അതുപോലെ പഠിക്കുന്നതിൻ്റെ ഷോർട്ട് നോട്ടൊക്കെ ആക്കി എഫൊക്കെ ആക്കിയിട്ട് വാളിൽ ഒട്ടിച്ച ക്ലീനിങ്ങോടെ മെയിൻ പരിപാടി. അപ്പം അതിൻ്റെ ബാക്കി ഗംസൊക്കെ കേട്ടോ. എഴുതുമ്പോൾ മൊത്തം അത് തന്നെയാണ്. നേരിട്ട് എത്ര തോന്നില്ലെങ്കിലും ഈ ക്യാമറയിൽ കാണുമ്പോൾ നല്ലോണം അത് എടുത്തൊക്കെയുണ്ട്. അപ്പം ഇതാണ് എന്തായാലും നമ്മൾ വെച്ച പോസ്റ്റേഴ്സൊക്കെ. ഇല്ല നേരത്തെ പറഞ്ഞല്ലോ, എനിക്കെന്തായാലും ഈ ടേക്ക് ഇറ്റ് ഈസി എന്ന് എഴുതിയ ആ പോസ്റ്ററും അതുപോലെ ബോൻ്റെ പോസ്റ്ററുമാണ് മെയിനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായ. ബാക്കിയൊക്കെ എന്തോ തട്ടിക്കൂട്ട് സാധനങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ബിസ്ക്കറ്റ് പുറത്ത് വെച്ചാൽ കാറ്റ് കയറി തണുത്തു പോലോ. അപ്പം ഞാനത് വേറൊരു ബൗളിലേക്ക് ഇട്ട് വെച്ചു. പിന്നെ ഞാൻ പഠിക്കാനിരിക്കും വിചാരിച്ചു. അപ്പം ടാങ്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് വെച്ച് വെള്ളവും അതുപോലെ നമ്മളെ ടാങ്കിൻ്റെ പൗഡർ വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പം അതും കൂടിയൊക്കെ ഇട്ട് മിക്സാക്കി വെള്ളം ഉണ്ടാക്കി.
ഇത് ശരിക്കും ഞാൻ ഒരു ഷോർട്സ് എടുത്തതാണ്. അപ്പം അതിനു വേണ്ടി എടുത്ത ക്ലിപ്പിങ് അപ്പം എന്തായാലും കൂടി അത് ആഡ് ചെയ്തു. പിന്നെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജിയോഗ്രഫിയാണ്. ജിയോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, നാളെ റിവിഷൻ പറഞ്ഞു, അതുപോലെ നോട്ട്സ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇതുവരെയായിട്ടും നോട്ട്സ് ചെയ്താൽ തുടങ്ങിയില്ല. അപ്പം അതിൻ്റെ നോട്ട്സും കൂടി ഞാൻ എഴുതിയെടുത്തു. അതിനെ കുറിച്ച് ഇപ്പം ഞാനൊരു ടീ ബ്രേക്കൊക്കെ എടുത്ത് ഒരു ടീ ഒക്കെ ഉണ്ടാക്കി ആൻഡ് അത് കുടിച്ചു. പിന്നെ അതിൻ്റെ കൂടെ കാബേജ് ബിസ്ക്കറ്റും കൂടി തിന്നു. പിന്നെയും ഞാൻ മീൻ പിടിക്കാൻ തന്നെ ഇരുന്നു. കാരണം അതിന് മുമ്പ് ഞാൻ കുറച്ചുകൂടി നേരം പിൻട്രസ്റ്റ് സ്ക്രോൾ ചെയ്തു. ഞാനിപ്പോൾ എന്താ മറ്റേ യൂട്യൂബ് എടുക്കാത്ത വെച്ചാൽ അതെടുത്താൽ അങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ നിൽക്കും. പിൻട്രസ്റ്റ് ആണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നിർത്താൻ തന്നെ തോന്നും. പിന്നെ ഞാൻ ടൈം ടേബിൾ നോക്കി വെക്കാൻ വിചാരിച്ചു. വേഗമൊക്കെ എടുത്ത് ടൈം ടേബിളൊക്കെ സെറ്റാക്കി വെച്ചു. ഇതിലിപ്പം ഓൾറെഡി ബുക്സ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി വെച്ച് കഴിഞ്ഞു ടൈം ടേബിൾ. എന്നിട്ടാണെങ്കിൽ പിറ്റേത്തെ 2 ദിവസവും ക്ലാസ്സിലേനി. പിന്നെ ഞാൻ എന്തായാലും ഇനി ക്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ചിട്ട് ബാക്കി ടൈം ടേബിൾ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് രാത്രിയായപ്പോൾ എന്തായാലും ക്ലാസ് ഉണ്ട് ഇല്ല എന്നുള്ള ന്യൂസൊന്നും വന്നില്ല. അപ്പം ഞാൻ എന്തായാലും പിന്നെ ടൈം ടേബിളൊക്കെ നോക്കി വെച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും പഠിക്കാനിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളില്ല. പഠിച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നു. ആൻഡ് ഇത് ഞാൻ വിചാരിച്ചത് അത്രയും നല്ല രീതിയിൽ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല, വലിയ കണ്ടൻറ്റും ഇതിലില്ല. കാരണം ട്രൈപോഡ് പൊട്ടി. അതുകൊണ്ട് ഒരു ആംഗിളിൽ തന്നെ എനിക്ക് മിക്ക ഷോർട്സും ക്ലിപ്സും ഈ വീഡിയോൻ്റെ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.